നമ്മൾ ഷൂ തുന്നാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ കൃഷ്ണേട്ടൻ്റെ അടുത്താട്ടോ. കൃഷ്ണേട്ടനോട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചോദിച്ചു തരാം. ഇവിടെ ഏതായാലും പുറത്തു തീർക്കണം. ഇതാണ് നമ്മളെ കൃഷ്ണേട്ടോ. കൃഷ്ണേട്ടാ, അവിടെ എത്ര കൊല്ലമായി ഇപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങിയിട്ട്? ആദ്യം വന്നപ്പോൾ ചോദിച്ചു മറ്റേ കാനാലോട് ചോദിച്ചു പണി പഠിപ്പിച്ചാളാ. അപ്പം എവിടെ നിന്നിട്ട് അയാൾ മരിച്ചു. അതെ. കൃഷ്ണേട്ടാ, ഈ പരിപാടി കിട്ടിയ ഒരു ദിവസം ഇപ്പം എത്ര കിട്ടും ഏകദേശമൊക്കെ? എത്ര ഒക്കും പണിക്കാർക്ക്? അങ്ങനെ ഒന്നും കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ? പണി ഉണ്ടെങ്കിലൊക്കെ അത്യാവശ്യം പൈസ കിട്ടൂല്ലേ? ഇതാണ് നമ്മളെ കൃഷ്ണേട്ടൻ്റെ കട കേട്ടോ. വണ്ടൂർ സ്റ്റേഷൻ്റെ അതിലെ ബസ് സ്റ്റാൻഡ് പോണോടത്താണ് കൃഷ്ണേട്ടൻ്റെ കട. കൃഷ്ണേട്ടൻ ചെരുപ്പൊക്കെ തുന്നാണ്ടെങ്കിൽ കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ സ്ഥലം ശരിക്കും കാണിച്ചാൽ വണ്ടൂർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മളെ മറ്റേ ബസ് സ്റ്റാൻഡിൽ പോകണ ചെറിയ വഴിയുണ്ട്, ടാക്സി സ്റ്റാൻഡ് വരെ. ടാക്സി സ്റ്റാൻഡിൻ്റെ ചാരി ഇവിടെ തന്നെ കേട്ടോ. അതാണ് ടാക്സി സ്റ്റാൻഡ്. അതിന് നേരെ അപ്പുറത്തൂടെ ഉണ്ടാവും ചെറിയൊരു സെറ്റായിട്ട് കൃഷ്ണേട്ടൻ കുത്തിരിക്കണം. ചെരുപ്പും കാര്യങ്ങളൊക്കെ വണ്ടൂരിലൊക്കെ തുന്നാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനിപ്പോൾ കൃഷ്ണേട്ടന്മാർ അല്ലേ? കൃഷ്ണേട്ടാ, ആളുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടല്ലേ? നമ്മൾ ഉസാറായിട്ട് അറിയാത്ത കോലത്തിൽ തുന്നിയിട്ട് കൊടുക്കും അല്ലേ? കൊടയും കാര്യങ്ങളും നന്നാക്കും ഒക്കെ ഉണ്ടോടെ. ഫുൾ സെറ്റപ്പാണ്. ചെറിയൊരു കടയാണ്. കൃഷ്ണേട്ടൻ പറഞ്ഞാണ് രണ്ടേ നമ്മളൊരു വീഡിയോ എടുക്കിട്ടോ. കൃഷ്ണേട്ടാ, ചോറ് കഴിച്ചപ്പോൾ ചോറ് പോകാനായോ? ചോറ് കഴിച്ചു ഇപ്പം എത്ര ആയപ്പോൾ തന്നെ? ചോറേ കഴിഞ്ഞല്ലേ? അങ്ങനെ ഉണ്ടല്ലോ ഇവിടെ കുത്തിട്ട് നമ്മളെ ഷൂ, നമ്മളെ ചെറുക്കൻ്റെ ഷൂ ആണ് കണ്ടോ. അറിയാത്ത കോലത്തിലാണ് തുന്നണം അല്ലേ? അറിയും കൂടി ഇല്ലല്ലേ? അതിന്മേൽ തുന്നിട്ടിക്കണമെന്നില്ല, അറിയും കൂടി ഇല്ല. അങ്ങനെ തുന്നിയാണ്. ഇതാണ് മൂപ്പര കട. മൂപ്പർ പറഞ്ഞാണ് ഫുട്ബോൾ തുന്നും, കുടണ്ട്, എല്ലാം നന്നാക്കും അല്ലേ? ഒന്നും വിഷയമില്ല കേസാണ് അല്ലേ? അപ്പോൾ കുറേ 10 കൊല്ലമായി ഇപ്പോൾ ഇവിടെ? കൊല്ലങ്ങളായില്ലേ? അപ്പം ഇതിൻ്റെ കൂലിയും കാര്യമൊന്നും പറയാൻ പറ്റില്ല, പണി വരുന്നതനുസരിച്ചാണ് അല്ലേ? ചിലപ്പം 1000 ഒക്കെ വെക്കും, ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് 2000 വെക്കും. മഴക്കാലത്ത് ലേശം കൂടുതലേ കുടൻ്റെ പണി വരും അല്ലേ? ഞാൻ ഇനിയിപ്പോൾ അങ്ങനത്തെ കേസുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ. ഞാൻ ഈ കട കണ്ടില്ലേ ഇനി. അപ്പം എന്നോട് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തരും മറ്റേ മൂപ്പര് തന്നാൽ മതി, അങ്ങനെ ഇനി സ്ഥലത്താണെന്നുള്ളത്. വണ്ടൂർ അപ്പോൾ അങ്ങനെ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടൂർ ആൾക്കാർക്ക് കണ്ടുപിടിച്ചണമെന്നുണ്ടെങ്കിൽ എളുപ്പമാട്ടോ. അതാണ് മറ്റേ ടാക്സി സ്റ്റാൻഡ് അവിടെ നിന്ന് ഈ റോഡ് ഇങ്ങനെ പോരാ, ആ ബസ് സ്റ്റാൻഡ് പോണ റോഡ്. അപ്പം തന്നെ ഇതിൻ്റെ ചാരി ടാക്സി സ്റ്റാൻഡ് ചാരി ഇടത് ഭാഗത്തുണ്ട്. അവിടെ പോരുമ്പോൾ ഇടത് ഭാഗത്ത്. അതാണ് നമ്മളെ കൃഷ്ണേട്ടൻ്റെ കടൻ്റെ ലൊക്കേഷൻ. ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വരിക. ചെരുപ്പ്, കുട, ഫുട്ബോൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുന്നാനും ഒട്ടിക്കാനും ഇതിനൊക്കെ വരും. കൃഷ്ണേട്ടൻ്റെ പേരെ പേടാണ് അമ്പലപ്പടിക്കല്ലേ? അമ്പലപ്പടിക്കലല്ലാന്ന് നിലമ്പൂർ റോട്ടുമല്ലേ? എപ്പോഴാണ് വരല്? എത്ര പേര് ഉണ്ടാവില്ല ഇവിടെ? 6 മണി വരെ ഉണ്ടാവില്ലേ? എപ്പോഴാണ് വരിക? രാവിലെ 8 മണിക്ക് വരും. 8 മണി മുതൽ 6 മണി വരെ ഇവിടെ ഉണ്ടാവും. ഞങ്ങളെ കട പുറത്തുനിന്ന് വെറുതെ എടുക്കട്ടോ, അടയാളത്തിന്, ആളുകൾക്ക് അടയാളത്തിന്. ഇതാക്കണ കട. ഇതാണ് ആ സ്റ്റാൻഡിൽ പോണ വഴിട്ടോ. ഇവിടെയാണ് കട. അപ്പോൾ കൃഷ്ണേട്ടന് പറയല്ല, അതാണ് ഇങ്ങനെ കൊടയും ബാഗും സംഗതികളൊക്കെ തുന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക അല്ലേ? നമ്മളെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ കടയിലേക്ക് വരിക എന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത്. വേറെ കൂടുതലൊന്നും പറയല്ല. മൂപ്പര് ജോലിയും കാര്യങ്ങളെ പറയാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നമ്മളെ ഷൂ അല്ല, നമ്മുടെ ചെറുക്കൻ്റെ ഷൂ ഉണ്ട്. അത് തുന്നി കണ്ടോ, അടിപൊളിയായിട്ട് തുന്നി കണ്ടോ, അറിയും കൂടി ഇല്ല. കമ്പനി തുന്നണമാരുടെ തുന്നി തരും. ഇനി ഒന്നുകൂടി ഉണ്ട്, അവിടെയും തുന്നട്ടെ. അതിന് വണ്ടി പോകുന്നതാണ് ഞങ്ങൾ. ആരൊക്കെ പേരില്ല ചേട്ടാ? വലിയ കുട്ടികളുണ്ടാവും അല്ലേ? വലിയ ആൾക്കാർ. 5 ആളോ? 5 പെൺകുട്ടികളല്ലേ? ഒരാൺകുട്ടി. ആൺകുട്ടിക്കത്ത പരിപാടി? കരുളായോ? ഇത് നോക്കി കേബിളിൻ്റെ പണിയോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കൃഷ്ണേട്ടൻ തന്നെ പറയല്ലേ, സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും അല്ലേ കൃഷ്ണേട്ടാ? സാധനങ്ങൾ, കുട, ബാഗ്, ഷൂവ്, ഫുട്ബോള് കാര്യങ്ങളൊക്കെ തുന്നാലോല് വണ്ടൂരില്ലോല്
വണ്ടൂരിലോല എന്ത് ചെയ്യുക? വണ്ടൂർ വാണിയമ്പലത്തിലുള്ളവരൊക്കെ ഇവിടെ അടുത്തുകൂടെ ഉള്ളവരൊക്കെ സാധനങ്ങൾ കൊണ്ടുവരിക. ആയിക്കോട്ടെ, അതിലൊക്കെ കണ്ട് വരികയാണെങ്കിൽ വരും. കാരണം ഇതിലും കുറേ ആൾക്കാർ കാണുന്നുണ്ട്. 1000-10000 ആൾക്കാരൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കണ്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പം ആളുകൾ വരും വെക്കാലോ. നോക്കാം നമുക്ക്. ഇതൊരു പരസ്യം ആയിക്കോട്ടെ. സംഭവം പണി ഉസാറാട്ടോ ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഈ ജാതി അത്രയും സെറ്റപ്പിൽ ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ തുന്നുന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ അവിടുന്ന് 14 മായം കൊണ്ട് പോകുന്നതാണ് നിങ്ങളത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പണി ഉസാറ് പണി കേട്ടോ, അറിയും കൂടിയില്ല. ഇത് തുന്നാണോ, അത് കമ്പനി തുന്നിയാണോ, ഇവിടുന്ന് ഇഷ്ടമായിട്ടാണ് തുന്നിയാണെന്ന് അറിയില്ല. ആ ജായി സെറ്റപ്പിലാണ് തുന്നിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരിക. മൂപ്പർക്കും തന്നെ ഈ പണി എടുത്തുകൊണ്ട് നല്ല പഴക്കമുണ്ട്. കൊല്ലങ്ങളായിട്ട് 10-15 കൊല്ലം പഴക്കമുള്ള ആളാണ്. നമ്മൾ നിർത്തല്ലേ, അത് വീഡിയോ നിർത്തല്ലേ, റെഡിയല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ ലാസ്റ്റ് തന്നെ പറയല് ആളുകളുണ്ടെങ്കിൽ വരിക, മൂപ്പരെ സഹായിക്കുക, പണി കൊടുക്കുക. മൂപ്പർക്കില്ലേ, മൂപ്പര് നല്ല വൃത്തിയായിട്ട് കമ്പനി തുന്നൽ പോലെ തുന്നിത്തരും. നിർത്താം കേട്ടോ. 2 ഷൂവും ഉസാറായിട്ട് കൃഷ്ണേട്ടൻ തുന്നി തന്നു കേട്ടോ. ഒരൊട്ടടിയും പറയാം അല്ലേ കൃഷ്ണേട്ടാ? ആളുകളുണ്ടെങ്കിൽ വരിക, സാധനം കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് പണിക്കുള്ളൊരു സംഗതികൾ ചെയ്തു തരും അല്ലേ? നമുക്ക് പറയാമല്ലോ അല്ലേ? ഞാൻ പോയാലോ എന്നാ, ഞാൻ കാണാം കേട്ടോ. ലാസ്റ്റല്ലേ ഒന്നുകൂടി പറഞ്ഞോളി, ആളുകളൊക്കെ വരാൻ പറയും. ആൾക്കാരൊക്കെ അങ്ങോട്ട് വരിക കേട്ടോ.